USSന്റെ പരീക്ഷ എഴുതാൻ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം എല്ലാ വർഷവും എക്സാം വിന്നർ നിങ്ങൾക്ക് നല്ല കോച്ചിങ് തന്നു തന്നെയാണ് നിങ്ങളെ പരീക്ഷയ്ക്ക് അയക്കാറ്. ഇന്ന് USSന് വരാൻ സാധ്യതയുള്ള കുറേ മലയാളത്തിൽ വരാൻ സാധ്യതയുള്ള കുറേ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് സംസാരിക്കാനും നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം തരാനൊക്കെയാണ് ഷായ് സാർ ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പോൾ മക്കൾ നമുക്ക് എല്ലാവരും, കാരണം നിങ്ങൾ പരീക്ഷ നല്ല അടിച്ചു പൊളിച്ച് എഴുതണം. കാരണം അങ്ങനെയുള്ള പരീക്ഷകൾ നമുക്ക് നൽകുന്ന കോൺഫിഡൻറ്റിൻ്റെ അളവ് എത്രയാണെന്നറിയോ മക്കൾക്ക്, നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ നമുക്ക് മലയാളത്തിൽ നിന്ന് പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. നിങ്ങൾക്കറിയാം, വരുന്ന ചോദ്യങ്ങളുടെ മാതൃക രൂപത്തിലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ചോദ്യം തയ്യാറാക്കിയിരിക്കുന്നത്. ചോദ്യം മാത്രമല്ല, അതിൻ്റെ ഉത്തരം ഏതാണെന്ന് കൂടെ നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്യും. അതൊക്കെ നോക്കി ഈ ചോദ്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ച് അതൊക്കെ പഠിച്ചിട്ട് വേണം എൻ്റെ മക്കൾ പരീക്ഷ എഴുതാൻ പോകാൻ. അപ്പം നമുക്കൊന്ന് നോക്കാം അല്ലേ. പ്രകൃതി സംരക്ഷണത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയും സമൂഹത്തിലെ നിരാലംബകൾ ആശ്രയമില്ലാത്തവർ, സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിച്ച് പ്രവർത്തിച്ചും ശ്രദ്ധേയായ മലയാള കവയിത്രി ആരാണ്? നമുക്കറിയാം, സുഗതകുമാരി ടീച്ചറാണ് അല്ലേ. സുഗതകുമാരിയാണ് വെട്ടുന്ന മരങ്ങൾക്കും നിരാലംബരായ സ്ത്രീകൾക്കുമെതിരെ കൃത്യമായി തൻ്റെ കവിതയിലൂടെ തൻ്റെ കവിതയിലുടനീളം അതിനെതിരെ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന എഴുത്തുകാരിയാണ്. വെട്ടുന്ന മരങ്ങൾക്ക് അല്ലേ. ഒരു പാട്ടു പിന്നെയും പാടി നോക്കും നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. നിങ്ങൾ കേട്ടതാണ് കവിതകളൊക്കെ അല്ലേ. അപ്പം പ്രകൃതി സംരക്ഷണത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയും സമൂഹത്തിലെ നിരാലംബകളായ സ്ത്രീകളെക്കുറിച്ച് ശബ്ദിക്കുകയും ചെയ്യുന്ന എഴുത്തുകാരി കവയിത്രി ആരെന്നെയാണ്? സുഗതകുമാരിയാണ് അല്ലേ. ഇനി കുറിഞ്ഞിപ്പൂക്കൾ, അവരുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെ നിങ്ങൾ കണ്ടതാണ്. നീലക്കുറിഞ്ഞിയെക്കുറിച്ചുള്ളൊരു പാഠമുണ്ട്. കുറിഞ്ഞിപ്പൂക്കളുടെ മനോഹാരിത എങ്ങനെയാണ് വർണ്ണിക്കുന്നത്? കാറ്റ് തട്ടുമ്പോൾ തിരയടിച്ച് ഒന്നിച്ച് നൃത്തം ചെയ്യുന്നു. അങ്ങനെയാണ് അവരത് അവതരിപ്പിച്ചിരിക്കുന്നതാണോ? അങ്ങനെയല്ലേ മക്കളെ? അപ്പോൾ കുറിഞ്ഞിപ്പൂക്കളുടെ മനോഹാരിത വർണ്ണിച്ചിരിക്കുന്നത് കാറ്റ് തട്ടുമ്പോൾ തിരയടിച്ച് ഒന്നിച്ച് നൃത്തം ചെയ്യുന്നു എന്നുള്ളതാണ് ഉത്തരം ആയി വരേണ്ടത്. എവിടെയാണ് കുറിഞ്ഞിപ്പൂക്കൾ കാണപ്പെടുന്നത്? എവിടെയാണ് കാണപ്പെടുന്നത് മക്കളെ? കിഴക്കൻ മലകളുടെ മടിത്തട്ടിലാണ്. അപ്പോൾ പാഠഭാഗത്തിൻ്റെ ഉൾഭാഗത്ത് നിന്നുള്ള ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നേരിടാൻ എൻ്റെ കുഞ്ഞുമക്കൾ തയ്യാറാവണം. അതിനെന്താ വേണ്ടത്? പാഠപുസ്തകം കൃത്യമായൊരു വായന വായിച്ചാൽ മതി. ഇനിയോ കൺകുളിരേകിടുന്നത് എന്താ? കൺകുളിര് ഏകിടുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എന്താണ്? ഇലകൾ നിറഞ്ഞ് വള്ളികളും മരങ്ങളും ചേർന്ന പച്ചപ്പാണ് എന്ത് ചെയ്യുന്നത്? കൺകുളിരേകിടുന്നത്. ഇത് വള്ളത്തോളിൻ്റെ കവിതയിൽ നിന്നും എടുത്ത ഭാഗമാണ് അല്ലേ. ഇലകൾ നിറഞ്ഞ് വള്ളികളും മരങ്ങളും ചേർന്ന പച്ചപ്പാണ് യഥാർത്ഥത്തിൽ കൺകുളിരേകിടുന്നത്. ആഴി പോലെ കാണുന്നത് ആകാശമാണ് അല്ലേ മക്കളെ. ആകാശമാണ്. ആഴി എന്ന പദം ആഴി പോലെ കാണപ്പെടുന്ന ആകാശമാണ്. കടൽ പോലെ കാണപ്പെടുന്ന നീല ആകാശമാണ് എന്നുള്ളതാണ് കവി പറയുന്നത്. അപ്പോൾ ആകാശം, ഇതൊക്കെ വള്ളത്തോളിൻ്റെ ദിനാന്ത സഞ്ചാരം എന്ന് പറയുന്ന കവിതയിൽ നിന്നുള്ള ഭാഗങ്ങളാണ് മക്കളെ. അപ്പോൾ കൃത്യമായിട്ട് എഴുതാൻ നമുക്ക് കഴിയണം. ഓക്കെ. പോക്കുവെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? വൈകുന്നേരത്തെ വെയിലിനാണ് പോക്കുവെയിൽ എന്ന് പറയുന്നത് കേട്ടോ. പലരും ഇളം വെയിലാണ്, ഇളം വെയിൽ എന്നല്ല, വൈകുന്നേരത്തെ വെയിലിനാണ് പോക്കുവെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയോ, അപ്പം മനസ്സിലെ കിളി എന്ന കഥ രചിച്ചത് ബിമലേന്ദ്ര ചക്രവർത്തിയാണ് അല്ലേ. മനസ്സിലെ കിളി എന്ന കൃതി രചിച്ചത് ആരാണ് മക്കളെ? ബിമലേന്ദ്ര ചക്രവർത്തിയാണ്. അപ്പോൾ എഴുത്തുകാരെ ഓരോ പാഠം എൻ്റെ മക്കൾ വായിക്കുമ്പോഴും അതാരാണ് എഴുതിയതെന്നും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്നും ഒന്ന് സൂചിപ്പിച്ച് ഒറ്റ വായന വായിച്ച് വേണം പോവാൻ. ഓക്കെയാണ് മക്കളെ. ഇനി ചേട്ടനായ ടോട്ടൻ്റെ സ്വഭാവം എന്തായിരുന്നു? പിക്കലുവിൻ്റെ സഹോദരൻ്റെ പേരാണ് ടോട്ടോ അല്ലേ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബി ആണ് അല്ലേ. കൂട്ടിലിട്ട് പക്ഷികളെ പീഡിപ്പിച്ച് വളർത്തും.
അല്ലേ? പീഡിപ്പിച്ച് വളർത്താൻ ശ്രമിച്ച ഒരു കിളീനെയാണ് പക്കിലു എന്ത് ചെയ്തത്? പിക്കലു അല്ലേ, തൻ്റെ മാതാവിനോട് പറഞ്ഞ് അതിൻ്റെ കാലിലൊക്കെ എണ്ണ തേച്ച് അതിൻ്റെ സ്വതന്ത്രമാക്കി വിടുന്നത്. അതാണ് മുറിവേറ്റ കാലിൽ മരുന്ന് പുരട്ടിയത് പിക്കിലു ആണ്. പക്ഷേ പിക്കിലു അല്ല. പാഠപുസ്തകത്തിൽ ശരിക്കും നമുക്കിവിടെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് മക്കളെ. ഇവിടെ ഓപ്ഷൻ ടോട്ടനോ മൈനയോ അച്ഛനോ അല്ല, മറിച്ച് കാലിൽ പുരട്ടുന്നത് അമ്മയാണ് എന്നാണ് പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാഠപുസ്തകത്തിൽ അമ്മ എന്ന പദപ്രയോഗം ഇവിടെ നമുക്ക് ചോയ്സ് തരാത്തത് കൊണ്ട് അമ്മ അല്ലെങ്കിൽ പിന്നെ സാധ്യതയുള്ള ഏതാണ്? പിക്കിലു ആണ്. അതുകൊണ്ടാണ് പിക്കിലു എന്ന പദം നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ മുറിവേറ്റ കാലിൽ മരുന്ന് പുരട്ടുന്ന ആര് എന്നതിൽ അമ്മ എന്നൊരു ഓപ്ഷൻ ഉണ്ട് എങ്കിൽ എൻ്റെ മക്കൾ തീർച്ചയായിട്ടും അമ്മ എന്ന് എഴുതണം. അമ്മയാണ് എന്ത് ചെയ്യുന്നത്? മരുന്ന് പുരട്ടുന്നത് അല്ലേ? അങ്ങനെയാണ് പാഠപുസ്തകത്തിലുള്ളതെന്ന് ഓർത്ത് വെക്കുക. ഇളം കറുപ്പേകിടും അമ്പരാന്തം എന്ന് എന്താണ് കാണുന്നത്? എന്താണ്? ആഴി പോലെ ഇളം കറുപ്പേകും അന്തരാന്തം എന്താണ് കാണുന്നത്? ആകാശത്തിൻ്റെ അറ്റം കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ആഴി പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആഴി പോലെ കാണുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ? പിന്നെന്താണ്? സൂര്യപ്രകാശം കുന്നിൽ വീഴുമ്പോഴുള്ള ശൈലത്തിൻ്റെ മാറ്റം എന്താണ്? ഈ പൊക്കുവെയിലേൽക്കുകയാൽ വിചിത്രവർണ്ണം വഹിക്കുന്നു കുന്നിതേറ്റം. നമുക്കറിയാം, ദിനാന്ത സഞ്ചാരത്തിലുള്ള വരിയാണത്. ആ വരികൾ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ എന്നാണ് കാണുന്നത്? കിഴക്ക് വശത്തായി പരന്നു കിടക്കുന്ന കുന്നുകൾ. തന്നെയാണ് അതിൻ്റെയും ആശയം എന്ന് പറയുന്നത്. തന്നെയാണ് മക്കൾ ഓർത്ത് വെക്കണേ. തന്നെയാണ് ചക്രവാളത്തിൽ. ഈ പച്ചവർണ്ണം അതായിരിക്കണം. ഈ പച്ചവർണ്ണം പിരിച്ചെഴുതി കഴിഞ്ഞാൽ ഈ പ്ലസ് പച്ച പ്ലസ് വർണ്ണം ഈസ് ഈക്വൽ ടു ഈ പച്ചവർണ്ണം. അതൊന്ന് ഓർത്ത് വെക്കുക. ആച്ഛാദന ശൂന്യം മറയില്ലാത്തത് ബി ആണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് മക്കളെ വരിക. ആദ്യത്തിൽ ആരാൽ പുക പോലെ തുടങ്ങിയ വരികളിൽ എന്ത് കാഴ്ചയാണ് അവ്യക്തമാക്കുന്നത്? എന്താണ്? മരങ്ങൾ, പൂവല്ലികൾ അവയാണ് മറഞ്ഞു പോകുന്നത്. പിന്നീട് ക്രമത്തിൽ അത് കണ്ടുവരുന്നത് അങ്ങനെയാണ്. അപ്പോൾ 18 ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ ഇനിയും ഓരോരോ എപ്പിസോഡായി സാറ് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് പുതിയ എന്ത് നൽകാൻ? പുതിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയായി ചെറു വീഡിയോകൾ തരികയും പരീക്ഷയുടെ തലേ ദിവസം ലൈവ് ക്ലാസ്സിൽ മുഴുവൻ ചോദ്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് ഷായ് സാർ ഉണ്ടാകും. എൻ്റെ മക്കളെല്ലാവരും ഉണ്ടാകണം, എല്ലാവരും കാണണം. കൃത്യമായി പരീക്ഷ എഴുതി നമുക്ക് എന്ത് ചെയ്യണം? വിജയിക്കാൻ കഴിയണം. അപ്പോൾ ഓക്കെയാണോ മക്കളെ? എല്ലാവരും ഹാപ്പിയാണോ? അപ്പോൾ ചോദ്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഒന്നാമത്തെ ഉത്തരം സുഗതകുമാരി ടീച്ചറാണ് വരുന്നത്. രണ്ടാമത്തെ ഉത്തരം കാറ്റ് തട്ടുമ്പോൾ എന്ന് തുടങ്ങുന്ന ഭാഗമാണ്. മൂന്നാമത്തേത് കിഴക്കൻ മലകളുടെ മടിത്തട്ട്. ആദ്യത്താണ്. 4 ആണ് വരുന്നത്. 5 D ആണ് വരുന്നത്. 6 Bയിലാണ് വരുന്നത്. 6 B, 7 D, 8 B, 9 A, 10 C, 11 B, 12 A, 13 A, 18 B, 19 A. ഇങ്ങനെയാണ് ഞാൻ തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ ഉള്ളത്. അപ്പം അതൊക്കെ നോക്കി ഞാൻ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവയൊക്കെ നോക്കി എഴുതുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത വീഡിയോവുമായി ഞാൻ വരുന്നവരെല്ലാവർക്കും നമസ്കാരം. നമുക്ക് അടുത്ത വീഡിയോവുമായി അടുത്ത ക്ലാസ് കാണാം മക്കളെ. ബായ്.